ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞ് എവിടേക്കാ പോകുന്നത്? ആർക്കും എന്തും പറയാവുന്നൊരവസ്ഥ മാത്രമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ പറയുന്നവർ പറയട്ടെ, പക്ഷേ ഇതൊക്കെ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകൾ കൊടുക്കുന്ന പ്രശസ്ത മാധ്യമങ്ങളുണ്ട്. അവർക്കെങ്കിലും ഇതൊന്ന് അന്വേഷിച്ചുകൂടെ എന്ന് പറയുമ്പോൾ ഒരു നായിക നടി തന്നെ ഇന്ന ആൾ ഇന്നതുപോലെ ചെയ്തു പെരുമാറി എന്ന് പറയുമ്പോൾ കൊടുക്കാം തീർച്ചയായിട്ടും. അതല്ലാതെ എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? അന്വേഷിക്കേണ്ടതല്ലേ? ഇത് ഞാൻ ചോദിക്കുന്നതല്ല. അതായത് ഇന്നലെ നടന്ന സംഭവമാണ്. ഇന്നലെ നടന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ചാനലിൽ ഞാൻ ശ്രദ്ധിച്ചത് ഏഷ്യാനെറ്റ് ചാനലാണത്. ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു നടിയോട് വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രശസ്ത കഴിഞ്ഞ ഇവിടെ വർഷങ്ങളായി മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന 10-60 ഗംഭീര സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകൻ ഹരിഹരൻ്റെ പേരാണ് വലിച്ചിഴച്ചിരിക്കുന്നത്. അത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്കൊരു ഞെട്ടലുണ്ടായേ. കാരണം എനിക്ക് ഒരു 79 മുതൽ അറിയാവുന്നൊരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക ഭൂരിഭാഗം സിനിമകളും കവർ ചെയ്യാൻ പോയിട്ടുണ്ട്. അദ്ദേഹം പുതുമുഖങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്തൊരാരോപണം ഇപ്പോൾ, അതായത് എത്രയോ പുതുമുഖങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ച ഒരാൾ പോലും അദ്ദേഹത്തെക്കുറിച്ച് മോശമായൊരഭിപ്രായം വന്നിട്ടില്ല. അതേ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാത്ത ഒരു നടി വേറൊരാൾ പറഞ്ഞു ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഞാൻ ആ നടിയുടെ ഇൻ്റർവ്യൂ കേട്ടു. നടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാർമള എന്ന യുവ നടിയാണെന്ന് ആലോചിക്കണം. ഇവിടെ മലയാള സിനിമയിൽ വന്നപ്പോൾ നമുക്കെല്ലാവർക്കും കൗതുകം തോന്നിയൊരു നടി തന്നെയാണ്. ആ നടി മലയാള സിനിമയിലൊരു അസറ്റ് തന്നെയാണെന്ന് ആലോചിക്കണം, അല്ലേ? അപ്പോൾ മോഹൻലാലിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഭരതൻ്റെ സിനിമയിൽ ജയറാമിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, ആലോചിക്കണം. പക്ഷേ അതിനിടയിൽ ഞാനത് അന്ന് ഞാനൊരു പത്രാധിപരായെന്ന് ആലോചിക്കണം. ഇന്നിപ്പോൾ മലയാള സീരിയൽ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു നടൻ്റെ ഭാര്യയായിരുന്നു എന്നാണ് പറയുന്നത്. ഭാര്യയാണോ എന്തോ അങ്ങനെ ആയിരുന്നു. പിന്നെ അദ്ദേഹം കല്യാണം കഴിക്കാൻ പോയിട്ട് അവരെ വിട്ടു. അത് കഴിഞ്ഞ് മലയാള സിനിമയിൽ ബഹുഭാഷകളുടെ പ്രമുഖ നടൻ്റെ ഒരു പ്രണയം നടിച്ചു, അവരെ കല്യാണം കഴിക്കുന്നു പറഞ്ഞിരുന്നേ, ഇതൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഞാൻ നേരിൽ കണ്ടൊരു കാര്യമുണ്ടെന്ന് ആലോചിക്കണം. അതായത് ചേർത്തല അവിടുത്തെ ഒരു വലിയ ഹോട്ടലിൽ ലൊക്കേഷനിൽ പോകാൻ എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ ഈ നായിക ഇൻ്റർവ്യൂ എടുക്കേണ്ട കാര്യം ചോദിക്കുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞു നായകൻ്റെ റൂമിലുണ്ട്, അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുമിച്ച് വെച്ച് കല്യാണം കഴിക്കാൻ പോകണമെന്ന രീതിയിൽ തന്നെ സംസാരിച്ചിരുന്നത്. കുറേ കാലം അവർ ഒരുമിച്ച് തന്നെയായിരുന്നു, ആലോചിക്കണം. പിന്നീട് ആ നായക നടൻ വേറൊരു നടിയെ കല്യാണം കഴിക്കാൻ പോകുമെന്ന് അറിഞ്ഞപ്പോൾ ഈ നായക നടി തൻ്റെ വെയിൻ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാലോചിക്കണം. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതെന്ന് ആലോചിക്കണം, വർഷങ്ങൾക്ക് മുൻപ്. പിന്നീട് ആ നടിയുടെ ജീവിതം വളരെ കഷ്ടമായിരുന്നു പല രീതിയിലും. കാരണം അങ്ങനെയാണ് പോയത്. പിന്നെ വിവാഹം കഴിഞ്ഞു, ആ വിവാഹം ശരിയായിട്ടില്ല. ആ ബന്ധത്തിൽ ഒരു ആൺകുട്ടിയുണ്ടെന്ന് ആലോചിക്കണം. അവർ ജീവിതം സുരക്ഷിതമായിരുന്നില്ല. രണ്ടാമത് മലയാള സിനിമയ്ക്ക് തിരിച്ചു വരാൻ നോക്കിയെങ്കിലും രക്ഷപ്പെട്ടിട്ടില്ല എന്നത്. പക്ഷെ അങ്ങനെ വേറൊന്നുമില്ല. അങ്ങനെ ഇല്ലാത്തൊരു നടി ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഹരിഹരൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയി. എവിടെ വിളിച്ചു വെച്ചാൽ ഹരിഹരൻ്റെ വീട്ടിൽ ചെന്നു. സാർ ഇന്ന സിനിമയിൽ എനിക്ക് അഭിനയിക്കണമെന്ന് പറയുന്നു. സാർ സംസാരിക്കുന്നു. എങ്ങനെ സംസാരിക്കുന്നു? കോഫി എടുത്ത് കൊടുക്കുന്നു, സംസാരിക്കുന്നു, മാന്യമായി സംസാരിക്കുന്നു. എങ്കിൽ നമുക്ക് റോളിന് പറ്റിയാൽ നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് പിരിച്ചുവിടുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹരിഹരൻ പറഞ്ഞതല്ല, ആ നടി തന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് ആലോചിക്കണം. അങ്ങനെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഹരിഹരൻ എന്ന സംവിധാനത്തെക്കുറിച്ച് ഈ നടി മോശമായിട്ട് ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്നിരിക്കെ പിന്നെ കേൾക്കുന്നത് എന്താ? ആ സിനിമയിൽ നായികയായി അഭിനയിക്കാവുന്നത് മോഹിനി എന്നുള്ളൊരു നടിയാണെന്ന് ആലോചിക്കണം. ആ മോഹിനി അഭിനയിച്ച ആ റോള് അത് മോഹിനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് വേറൊരു യുവനടൻ
ഈ യുവനടൻ നമ്മുടെ പൂരം, നെടുമുടി വേണു സംവിധാനം ചെയ്ത പൂരം എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ടുള്ളതാണത്. ആ നടൻ ഇവരോട് പറഞ്ഞു പോലും, നിന്നെ ഈ സിനിമയിൽ നായികയാക്കാതിരിക്കാൻ കാരണം ഇന്നതാണ്. അതായത് എന്നോട് നേരിട്ട് അദ്ദേഹം ചോദിച്ചിരിക്കുന്നു, ഈ കുട്ടി അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഞാനപ്പോൾ പറഞ്ഞു, ഇല്ല സാർ, ആ കുട്ടി അങ്ങനെയുള്ള കുട്ടിയല്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ അതിൻ്റെ പേരിലായിരിക്കാം അദ്ദേഹം നിങ്ങളെ കാസ്റ്റ് ചെയ്യാത്ത എന്ന് പറഞ്ഞു. അതായത് ചുരുക്കം പറഞ്ഞാൽ വേറെ ആരോ ബോധപൂർവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന്. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ എന്താവും? നാളെ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും പൃഥ്വിരാജിനെക്കുറിച്ചും ജയറാമിനെക്കുറിച്ചും മറ്റു പ്രമുഖ ടോവിനെക്കുറിച്ചും മറ്റു പ്രമുഖ നടന്മാരെല്ലാവരെയും കുറിച്ചും ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ദ്രോഹമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം. അതിനാർക്കും മടിയില്ല, കേസ് കൊടുക്കാം. ഇതൊന്നുമില്ലാതെ വെറുതെ ചളി വാരിത്തേക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് സത്യമാണ്. ആരൊക്കെയുണ്ടെന്ന് പറയാൻ കഴിഞ്ഞാൽ, ഇതിനു മുൻപ് ഹരിഹരൻ്റെ പേരല്ല പറയേണ്ടിയിരുന്നത്, ഒരു സിനിമയുടെ കാര്യമാണ്. അത് ഹരിഹരൻ്റെ പേരുമായി ചേർന്നുള്ള വേറൊരു സംവിധായകൻ്റെ പേരാണ് പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞെങ്കിലും ഹരിഹരൻ എന്നാണ് എഴുതി കാണിച്ചതും പറയുന്നത് ആലോചിക്കണം. അന്നതും കുറേ പ്രശ്നങ്ങളുണ്ടായി. അത് കേസ് കൊടുക്കേണ്ട കാര്യമൊക്കെ ആലോചിച്ചു. പിന്നെ ഫോട്ടോയെന്ന് വെച്ച സാധാരണ അവർ തിരുത്തൊക്കെ ചെയ്തു. അത് അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇങ്ങനെ ബോധപൂർവമായിട്ട്, അതായത് ഹരിഹരൻ്റെ സിനിമയിൽ അഭിനയിക്കാത്തൊരു നടിയെക്കൊണ്ട് ഇങ്ങനെ ഒരുത്തൻ, അതായത് ഹരിഹരൻ വിളിച്ചപ്പോൾ ഹരിഹരൻ പറഞ്ഞു, ഈ ചെറുപ്പക്കാരെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, എൻ്റെ സെറ്റിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതിൻ്റെ പുറകെ പോയി എന്നാലൊക്കെ, ഇതിൻ്റെ പുറകെ പോയി പലരുമായി കണ്ട് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര സുഖകരമായിട്ടല്ല അവരൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഏതൊക്കെയോ പോലീസ് കേസും ഈ ചെറുപ്പക്കാരൻ്റെ പേരിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാൻ ഡയറക്ടർ ഹരിഹരനെ വിളിച്ച് പറഞ്ഞു, സാർ, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കേസ് ഫയൽ ചെയ്യണം. വേറെ അത് നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നടി പറയട്ടെ. ഈ നടി നിങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, മാന്യമായിട്ട് പെരുമാറി എന്ന് പറയുന്നു, വേറൊരാൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കേസിന് പോയില്ലെങ്കിൽ ഇതേപോലെ പലരെയും കുറിച്ച് കുടുംബങ്ങൾ തകർക്കാൻ വേണ്ടി വേറെയും പോലെ ഇവർ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കാതിരിക്കണം. ഇതിൻ്റെ പുറകിൽ ആര് പറഞ്ഞിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചെയ്തത്? ഈ ചെറുപ്പക്കാരൻ ഈ നടിയെ ഉപയോഗപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ തീർച്ചയായിട്ടും താങ്കൾ ഈ കേസിന് പോകണം. ഹരിഹരൻ എന്നുള്ള പ്രതിഭ വർഷങ്ങളായിട്ട് 10-60 സിനിമ, അതായത് ഗംഭീര സിനിമകൾ ചെയ്തിട്ടുള്ള ഹരിഹരനെക്കുറിച്ച് ഇങ്ങനെ ഒരു അപഖ്യാതി കുടുംബം കലക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ആര് ചെയ്താലും അതിൻ്റെ ഉറവിടം കണ്ടെത്തണം. ഇതൊരു വെറും ഹരിഹരന് മാത്രമുള്ളതല്ല, നാളെ മറ്റുള്ളവർക്ക് സംഭവിക്കുക. അങ്ങനെ സംഭവിക്കരുത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് അനുഭവിക്കാൻ വേണം. തെറ്റ് ചെയ്യാതെ ഇങ്ങനെ ആരെങ്കിലും ബോധപൂർവ്വം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉറവിടം കണ്ടെത്തിയിരിക്കണം.